വരൂ കൂട്ടുകാരെ, നമുക്ക് ഇന്ന് എക്സിറ്ററിൽ നിന്നും ഏകദേശം അരമണിക്കൂർ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ എത്താവുന്ന സ്ഥലമായ ടോപ്ഷം എന്ന സ്ഥലത്തെ ഗോഡ്സ് വാക്ക് എന്ന ഈ വളരെ ചരിത്രപ്രസിദ്ധവുമായ ഈ സ്ഥലത്തേക്ക് ഇന്ന് യാത്ര പോയിട്ട് വരാം. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഇംഗ്ലണ്ടിലെ ഡെവണിലുള്ള മനോഹരമായ ടോപ്ഷം എന്ന ചരിത്രപ്രസിദ്ധമായ പട്ടണത്തിലെ ഗോഡ് വാക്ക് എന്ന സ്ഥലത്താണ്. ഇപ്പം UK-യിലെ വൈകുന്നേര സമയമാണ്. വൈകുന്നേര സമയത്ത് നമ്മളിവിടെ വന്നപ്പോഴാണ് ഇവിടുത്തെ ഒരു മനോഹര കാഴ്ചയാണ്. കുറേ ബോട്ടുകളെല്ലാം അടുക്കി വെച്ചിട്ടുണ്ട്. റിവറെക്സ് നദിയുടെ തീരത്തുകൂടിയുള്ള ഈ നടപ്പാത പ്രകൃതി സൗന്ദര്യത്തിനും ശാന്തമായ അന്തരീക്ഷത്തിനും പേരുകേട്ട സ്ഥലമാണ്. ഇവിടെ നിന്ന് നദിയുടെ മനോഹരമായ കാഴ്ചകളും ബോട്ടുകളും വൈവിധ്യമാർന്ന പക്ഷികളെയും കാണാൻ കഴിയും. നടക്കാനും വിശ്രമിക്കാനും ഫോട്ടോകൾ എടുക്കാനും വളരെ അനുയോജ്യമായ സ്ഥലമാണിത്. ടോപ്ഷം സന്ദർശിക്കുന്നവർക്ക് ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത ഒരു അനുഭവമാണ് ഗോഡ് വാക്ക്. ചരിത്രവും പ്രകൃതിയും ഒരുമിച്ച് ആസ്വദിക്കാൻ കഴിയുന്ന ഈ സ്ഥലം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഗോഡ് വാക്ക് എന്ന പേര് എങ്ങനെ വന്നു എന്നതിനെക്കുറിച്ച് വ്യക്തമായ രേഖകളില്ല. ഒരു പൊതുവായ പ്രാദേശിക വിശദീകരണം അനുസരിച്ച് ഒരു കാലത്ത് ഈ പ്രദേശത്ത് ആടുകളെ, അതായത് ഗോട്ടിനെ മേയ്ക്കുകയോ കൊണ്ടുപോവുകയോ ചെയ്തിരുന്നതിലാകാം ഈ പേര് ലഭിച്ചതെന്ന് കരുതപ്പെടുന്നു. എന്നാൽ ഇത് സ്ഥിരീകരിക്കപ്പെട്ട ചരിത്ര വിവരമല്ല. ഇന്ന് ഈ നടപ്പാത റിവറെക്സ് നദിയുടെ മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാനും പൊതുജനങ്ങൾക്ക് സായാഹ്നത്തിൽ വന്നിരിക്കുവാനും നടക്കുവാനും ഉള്ള ഒരു സ്ഥലമായി ഇന്ന് ഇത് ഉപയോഗിക്കപ്പെടുന്നു. കുടുംബമായിട്ട് വന്ന് ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് വന്ന് ഇവിടെ ഈ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനും അതുവഴി ഇതൊരു പബ്ലിക് ഫുട്പാത്താണ്, നമുക്ക് നടക്കാനുള്ള ഒരു സ്ഥലമാണ്. അതുപോലെ സൈക്ലിംഗ് അലൗഡ് അല്ല, ഇവിടെ ക്ലിയർ ആയിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട് സൈക്ലിംഗ് അലൗഡ് അല്ലാന്ന്. അങ്ങനെ വളരെ പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലമാണ്. ഞങ്ങൾ മുമ്പൊരിക്കൽ വന്ന സമയത്ത് ഇവിടെ ഈ വെള്ളമെല്ലാം ഇങ്ങനെ നിറഞ്ഞിട്ടില്ലായിരുന്നു. വന്ന സമയത്തുള്ള ഒരു ചതുപ്പ് നിലത്തിന്റെ ഒരു ഇതാണ് ഞങ്ങൾ കണ്ടത്. എനിക്ക് തോന്നുന്നത് ഒരു വേലിയിറക്കത്തിന്റെ ഭാഗമായിട്ട് ആയിരിക്കും ഈ പ്രോസസ്സിംഗ് ഉണ്ടായിരുന്നു തോന്നുന്നു. പക്ഷെ ഇന്ന് ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്ന സമയത്ത് ഇവിടെ ഫുള്ള് വെള്ളം കയറി കിടക്കുകയാണ്. ഞങ്ങൾ നേരത്തെ കണ്ട കാഴ്ച പോലെ തന്നെ കുറെ ആൾക്കാർ, അത് ഫിഷിങ്ങിന്റെ ബോട്ടാണോ ടൂറിസത്തിന്റെ ബോട്ടാണോ എന്നുള്ള ആരും കൺഫേം അല്ല, എങ്കിലും ആൾക്കാർ ഇങ്ങനെ കുറെ ബോട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്ന കാഴ്ച കണ്ടായിരുന്നു. അതേപോലെ തന്നെ UK-യിലെ പൊതുവെ ഇന്നത്തെ ക്ലൈമറ്റ് വളരെ ചൂടുള്ള ക്ലൈമറ്റ് ആയിരുന്നു. ഇന്ന് ഈ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ തന്നെ മറ്റൊരു കാഴ്ചയായ വേലിയേറ്റവും വേലിയിറക്കവും കാണാൻ പറ്റും.
കൂടാതെ ഈ പ്രദേശം നിരവധി ദേശാടന പക്ഷികളുടെ ആവാസ കേന്ദ്രം കൂടിയായതിനാൽ പക്ഷി നിരീക്ഷകർക്കും ഇത് പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ്. ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ടോപ്ഷം എന്ന പ്രദേശത്തെ ഗോഡ് വാക്ക് ഒരു കാലത്ത് വ്യാപാര തുറമുഖമായിരുന്ന ടോപ്ഷം എന്ന പ്രദേശത്തെ ചരിത്രവുമായി ബന്ധപ്പെട്ട നദീതീര പാതയാണിത്. ഇന്ന് ഇത് പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനും റിവറക്സ് നദിയുടെ മനോഹരമായ കാഴ്ചകൾ കാണാനുമായി ആയിരക്കണക്കിന് ആളുകൾ സന്ദർശിക്കുന്ന സ്ഥലമാണ് ഈ ഗോഡ് വാക്ക്. ചരിത്രവും പ്രകൃതിയും ശാന്തതയും ഒരുമിച്ച് അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ടോപ്ഷത്തിലെ ഈ സ്ഥലം തീർച്ചയായും സന്ദർശിക്കാൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അത്രയ്ക്ക് വളരെ മനോഹരമാണ് ഈ പ്രദേശം. ഇന്ന് വിനോദസഞ്ചാരികൾക്കും നാട്ടുകാർക്കും പ്രിയപ്പെട്ട ഈ നടപ്പാത അല്ലെങ്കിൽ ഗോഡ് വാക്ക് പഴയ കാലത്ത് തിരക്കേറിയ ഒരു തുറമുഖമായിരുന്നു എന്ന് നമ്മളെ ചരിത്രം ബോധ്യപ്പെടുത്തുന്നു. 17-18 നൂറ്റാണ്ടുകളിൽ ടോപ്ഷം ഇംഗ്ലണ്ടിലെ പ്രധാന വ്യാപാര തുറമുഖങ്ങളിലൊന്നായിരുന്നു. പ്രത്യേകിച്ച് കമ്പിളി കയറ്റുമതിയിലും ഇറക്കുമതി വ്യാപാരത്തിലും ഈ പട്ടണത്തിന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് നദിക്കരയിലൂടെ ആളുകളും തൊഴിലാളികളും സഞ്ചരിക്കാനും തുറമുഖ പ്രവർത്തനങ്ങൾക്കുമായി ഉപയോഗിച്ചിരുന്ന വഴികളിൽ ഒന്നാണ് പിന്നീട് ഗോഡ് വാക്ക് എന്നറിയപ്പെട്ടത്. ഗോഡ് വാക്കിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് തൊട്ട് ഇവിടം വരെ നമുക്കിങ്ങനെ ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റും. ഫ്രീ ആയിട്ട് നടന്ന് ഇവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് നടക്കാൻ പറ്റും. ഈ പോയിന്റ് എത്തുമ്പോൾ നമ്മുടെ ഈ ഗോഡ് വാക്കിന്റെ പെഡസ്ട്രിയൻ എന്നുള്ള വാക്കിംഗ് അവസാനിക്കുന്നത്. ഈ ഗോഡ് വാക്ക് എന്ന പ്രദേശത്തിന്റെ അടുത്തുള്ള വീടുകൾ മനോഹാരിതമായ വീടുകളാണ്. പഴയ ഡച്ച് ശൈലിയിൽ പണിയെടുപ്പിച്ചിട്ടുള്ള ഈ വീടുകൾ ഇന്നും പഴമ കൈവിടാതെ പുതിയ കാലത്തിന്റെ ഭംഗിയിൽ തന്നെ വളരെ മനോഹരമായി സൂക്ഷിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെയാണ് ചരിത്രപ്രദമായ കെട്ടിടങ്ങൾ, ഉദ്യാനങ്ങൾ, പൂന്തോട്ടങ്ങൾ. നമുക്ക് പ്രകൃതിയോട് ചേർന്ന് പ്രകൃതിയിൽ അലിഞ്ഞു സായാഹ്നങ്ങളിൽ സമയം ചെലവഴിക്കാൻ നല്ല മനോഹരമായ ഇരിപ്പിടങ്ങൾ, ഇവയെല്ലാം വളരെ ഭംഗിയായി നല്ല രീതിയിൽ തന്നെ ഈ ഗോഡ് വാക്കിൻ്റെ പരിസര പ്രദേശത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് പ്രത്യേകിച്ച് ചരിത്രവും പ്രകൃതിയും ഒരുമിച്ച് അനുഭവിക്കാൻ കഴിയുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത്. ഞങ്ങളുടെ ജോലിയെല്ലാം കഴിഞ്ഞ് വൈകുന്നേരമാണ് ഞങ്ങൾ ഈ ഗോഡ് വാക്ക് എന്ന സ്ഥലത്ത് എത്തിയത്. അപ്പോൾ തന്നെ ഏകദേശം സമയം ഒരു 6 മണി കഴിഞ്ഞിരുന്നു. UK കാലാവസ്ഥ അനുസരിച്ച് സമയം ഏറെയാണ് രാത്രിയാവുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ഈ പ്രദേശം കാണാനും ഇതിൻ്റെ ഭംഗി ആസ്വദിച്ച് ഇവിടെ ഇരിക്കാനും സാധിക്കുകയുണ്ടായി. ഏകദേശം ഇന്ന് ഇപ്പോൾ സമയം രാത്രി 8:30 മണി കഴിഞ്ഞു. 8:30 മണി കഴിഞ്ഞിട്ടും നേരം ഇരുട്ടിയിട്ടില്ല. അതൊരു UK അറിയാവുന്നവർക്കറിയാം ഇവിടുത്തെ ഒരു കാലാവസ്ഥ ഇതൊക്കെ ഇങ്ങനെയാണ്. നിലവിൽ UK ക്ലൈമറ്റ് വളരെ കഠിനമേറിയ ക്ലൈമറ്റാണ്. ഏകദേശം 35 ഡിഗ്രി ചൂട് വരെ ഉണ്ടായിരുന്നു ഡേ ടൈമിൽ. പക്ഷേ ഞങ്ങളിവിടെ എത്തി ഈ പ്രകൃതിയോട് ചേർന്ന് നിന്നപ്പോൾ തന്നെ വളരെ കൂളായ ഒരു അനുഭവമാണ് ഉണ്ടായത്. ശാന്തമായ അന്തരീക്ഷവും പ്രകൃതിയുടെ മനോഹരമായ കാഴ്ചകളും ആസ്വദിച്ച് ഇവിടെ കുറച്ച് സമയം ചെലവഴിച്ചു. സായാഹ്നത്തിൻ്റെ സ്വർണ്ണ നിറവും തണുത്ത കാറ്റും ഈ സ്ഥലത്തിന് ഒരു പ്രത്യേക ഭംഗി നൽകി. തിരക്കുകളിൽ നിന്ന് മാറി കുറച്ചു നിമിഷങ്ങൾ പ്രകൃതിയോടൊപ്പം ചെലവഴിക്കാൻ കഴിഞ്ഞത് മനസ്സിന് വലിയൊരു സന്തോഷമായിരുന്നു. കാഴ്ചകൾ ആസ്വദിച്ച് മനോഹരമായ ഓർമ്മകൾ ക്യാമറയിൽ പകർത്തി ഇപ്പോൾ ഒരേയൊരു ലക്ഷ്യമേ ഉള്ളൂ, അത് തിരിച്ചുള്ള യാത്രയാണ്. മടക്കയാത്ര, വീട്ടിലേക്കുള്ള യാത്ര. ടോപ്ഷത്തിലെ ഈ ഗ്രാമീണ ഭംഗികൾ കൊണ്ടും അതുപോലെ തന്നെ ഈ ഗോഡ് വാക്കിൻ്റെ വളരെ സൗന്ദര്യം നിറഞ്ഞ നദീതീര നടപ്പാത കണ്ടും തിരിച്ചു വരുന്ന വഴിക്കാണ് നമ്മുടെ പഴയകാല ഓർമ്മ ഉണർത്തുന്ന ഒരു പബ്ലിക് ടെലിഫോൺ ബൂത്ത് കണ്ടത്. നമ്മുടെ പഴയകാല ടെലിഫോൺ ബൂത്ത് എന്നാണ് വിചാരിച്ചത്. ഇത് ടെലിഫോൺ ബൂത്തല്ല, ഇത് റോയൽ മെയിലിൻ്റെ എംബ്ലം ഉണ്ട്. ഇത് കണ്ടിട്ട് ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന ഫിഷർമാൻ ലൈബ്രറി എന്നാണ്. ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്ത് അകത്തോട്ട് പോകുമ്പോൾ ഇവിടെ ഇത്ര ബുക്സ് അടുക്കി വെച്ചിട്ടുണ്ട്. ഈ ബുക്സ് തന്നെ പലതരം ഇംഗ്ലീഷ് ബുക്സുകളാണ് വെച്ചിരിക്കുന്നത്. ഗ്രാമീണരായ ആൾക്കാർ അവരുടെ പുസ്തകങ്ങൾ പബ്ലിക് ബൂത്തിൽ കൊണ്ടുവയ്ക്കുകയും ഇത് മറ്റുള്ളവർക്ക് വായിക്കാനായി ഉപകാരപ്പെടുകയും കാഴ്ചയാണ് കണ്ടത്. എന്തായാലും ഇതൊരു പ്രത്യേകതരം വേറിട്ട ഒരു കാഴ്ച തന്നെയായിരുന്നു. ഈ പബ്ലിക് ബൂത്തിന്റെ മുകൾ വശത്തായിട്ട് റോയൽ മെയിൽ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു തപാൽ വകുപ്പാണ്. ഈ തപാലിൻ്റെ ഒരു എംബ്ലവും ഈ പബ്ലിക് ബൂത്തിന്റെ മുകളിൽ കാണാം. എന്നാലും ഇന്ന് ഇവർ ഉപയോഗിക്കുന്നത് ഒരു ലൈബ്രറി ആയിട്ടാണ്. എന്തായാലും അതും ഒരു വേറിട്ടൊരു കാഴ്ച തന്നെയായിരുന്നു. ഓരോ യാത്രയും പുതിയ അനുഭവങ്ങളും മനസ്സിലെന്നും സൂക്ഷിക്കാവുന്ന ഓർമ്മകളുമാണ് സമ്മാനിക്കുന്നത്. ഈ യാത്രയും ഇതുപോലെ ഒരിക്കലും മറക്കാനാവാത്ത ഒരു മനോഹര അനുഭവമായി മാറി.
എല്ലാവർക്കും ഇത്തരത്തിലുള്ള മനോഹര യാത്രകൾ ആസ്വദിക്കാൻ അവസരം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. പിന്നെ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.